നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഇന്നത്തെ റിലേഷൻഷിപ്പ് റീഡിങ് എടുക്കുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ എന്തുകൊണ്ടാണ് കുറച്ച് താമസം വരുന്നത് എന്ന് നോക്കാം. അതായത് സിറ്റുവേഷൻസ് മാറാൻ, ചേഞ്ച് ചെയ്യാൻ, പേഴ്സൺ സംസാരിക്കാൻ, കോണ്ടാക്ട് വരാനൊക്കെ എന്തുകൊണ്ടാണ് താമസം വരുന്നത്, എന്തുകൊണ്ടാണ് കുറച്ച് ഡിലേ വരുന്നത്, എന്താണ് ലേറ്റ് ആവുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, എന്താണ് തടസ്സങ്ങൾ എന്ന രീതിക്ക് നമുക്കൊന്ന് അറിയാൻ ശ്രമിക്കാം. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ് ആയിട്ട് എടുക്കാം ഇത്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇവിടെ നിങ്ങളുടെ ബന്ധം, അല്ലെങ്കിൽ മുന്നോട്ട് ഒരു സ്റ്റെപ്പ് മേ ബി കമ്മിറ്റ്മെൻറ്റ് തന്നിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുന്നില്ല, അല്ലെങ്കിൽ എന്ത് തന്നെ ആയാലും ശരി, നിങ്ങളുടെ സിറ്റുവേഷൻ എവിടെ ആയാലും ഓക്കെ, എന്തുകൊണ്ടാണ് താമസം വരുന്നത് എന്ന് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നു, ഒന്ന് മൂവ്മെൻറ്റ് ഇല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ എന്താണ്, ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. ഓക്കെ, ക്വീൻ ഓഫ് കപ്സ്, വാവ്, Empress, okay, Page of Swords, Six of Cups, the Moon card, okay, Hangman, yes, stuck എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. ഓക്കെ, ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു കാര്യം ഒന്ന് കൺഫേം ചെയ്താണ്. ഓക്കെ, ഇവിടെ ആദ്യം തന്നെ എനിക്ക് കാണുന്നത് മെയിനായിട്ട് നിങ്ങളോടുള്ള ഫീലിങ്സ് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഉണ്ട് നിങ്ങളുടെ പേഴ്സണ്. ഓക്കെ, നിങ്ങളെ അവർ കാണുന്നത്, അവരെ ലൈക്ക് ക്വീൻ എന്ന രീതിക്ക് എടുക്കണ്ട. ഓക്കെ, നിങ്ങൾ ലൈക്ക് ആ ഒരു ഇമോഷൻസ് എടുത്താൽ മതി. അതായത് അവർക്ക് നിങ്ങളോട് വളരെയധികം സ്ട്രോങ് ഫീലിങ്സ് ഉണ്ട്, സ്ട്രോങ് അറ്റാച്ച്മെൻ്റ് ഉണ്ട്. ശരിക്കും ഒരു സ്നേഹം എന്ന് നമ്മൾ പറയുമ്പോൾ ആ ഒരു വാക്ക് അർത്ഥവത്താവും ഇവിടെ. സോ അങ്ങനെയാണ് അവർ നിങ്ങളെ കാണുന്നത്. അവരുടെ ലൈഫിൽ ഒരു വളരെയധികം കെയർ ചെയ്യുന്നൊരു വ്യക്തി, വളരെയധികം അവരെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി, അവർക്കും നിങ്ങളോട് ആ ഒരു സ്നേഹം തീർച്ചയായിട്ടും ഉണ്ട്. ഓക്കെ, ഇവിടെ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ട് നിങ്ങൾ തമ്മിൽ എന്നുള്ളതാണ്. പക്ഷേ നമ്മളിപ്പോൾ എന്തായാലും തടസ്സങ്ങൾ നോക്കുന്ന സ്ഥിതിക്ക് ഇവിടെ എനിക്ക് കാണുന്ന എംപ്രസ് ആണ്. ഓക്കെ, എംപ്രസ് എന്ന് പറയുമ്പോൾ ഈ കാർഡ് ഞാൻ ലേശം മറയ്ക്കും. ഓക്കെ, അതിന് മേലെ ഒരു ഇങ്ങനെ ഇമേജ് വരും. സോ ഇവിടെ എംപ്രസ് പറയുന്നത് ഒരു വളരെ ന്യൂച്ചറിങ് കെയറിങ് ഒക്കെ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ നോർമലി പറയുമ്പോൾ ഒരു വൈഫ് എനർജി എന്ന് പറയും. വൈഫ് ആവണം നിർബന്ധമില്ല. ഓക്കെ, വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ് എന്ന രീതിക്ക് എടുക്കാം, ഫാമിലി എന്ന രീതിക്ക് എടുക്കാം ഇവിടെ. ഓക്കെ, അവർ നിങ്ങളുടെ പേഴ്സൺ മാരീഡ് എന്ന സിറ്റുവേഷനാണ് ഇവിടെ മെയിൻ വരുന്നത്. ഓക്കെ, കുറച്ച് പേർക്ക് ഈവൻ നിങ്ങൾ മാരീഡ്, അവർ മാരീഡ്, അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ആയിരിക്കാം. എനിവേ ഇവിടെ എംപ്രസ് എനർജി വന്നിട്ടുണ്ട്. സോ ആൻഡ് ഇവിടെ സിക്സ് ഓഫ് കപ്സ് കൂടി ഉണ്ട്. സോ അതുകൊണ്ട് ഞാൻ കണക്ട് ചെയ്തിട്ട് ഇവിടെ എനിക്ക് അവർ ഫാമിലി ഉണ്ട്, കുട്ടികളുണ്ട്, ഹസ്ബൻഡ് ഓർ വൈഫാണ് അവർ എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ അതൊരു മെയിൻ തടസ്സം ഓഫ് കോഴ്സ്. ഓക്കെ, സോ ആ ഒരു സിറ്റുവേഷൻ ഉണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈക്ക് അവർ ലേഡി ആണെങ്കിലും ജെൻസ് ആയാലും അവർ ലൈക്ക് ഫാമിലിയിൽ ഒരു പ്രഗ്നൻസിയുടെ കാര്യം കാണുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക്, എല്ലാവർക്കും അല്ല, കുറച്ച് പേർക്ക്, വളരെ ചുരുക്കം പേർക്കായിരിക്കും ഇത്, എല്ലാവർക്കും ഉണ്ടാവില്ല. സോ എല്ലാവരും കൂടി ടെൻഷനൊന്നും ആവരുത്. ഓക്കെ, കുറച്ച് പേർക്ക് മേ ബി അവരുടെ ഹസ്ബൻഡോ അവരുടെ വീട്ടിൽ ഒരു കുഞ്ഞിൻ്റെ ഒരു കാര്യം, പ്രഗ്നൻസി എന്ന രീതിക്ക് കാണുന്നുണ്ട് ഇവിടെ. പോരാത്തതിന് പക്ഷേ ഇവിടെ എനിക്ക് എന്താ ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സണിനെ ഒരുപാട് വാച്ച് ചെയ്യുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. അതായത് അവർക്കൊരു ഫ്രീഡം ഇല്ലാത്ത പോലെ. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ എപ്പോഴും ഒരു സ്റ്റക്കായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ എനിവേ നമുക്ക് ഇവിടെ ഉണ്ട്. ഹാങ്മാൻ ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ സ്റ്റക്കാണെന്ന് കാണുന്നുണ്ട്. മാത്രമല്ല നിങ്ങളുടെ പേഴ്സൺ എപ്പോഴും അവരെ ഫാമിലി വാച്ച് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, അതായത് അവർക്കൊരു എന്തെങ്കിലും അവർ ചെയ്താലും അവരെ ഒരു ശ്രദ്ധ വയ്ക്കുക. അതായത് അവർ വേറെ എന്തെങ്കിലും ആരെങ്കിലും ഉണ്ടോ, റിലേഷൻഷിപ്പ് ഉണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഇവർ ഒളിച്ച് ചെയ്യുന്നുണ്ടോ എന്ന രീതിയിൽ ശ്രദ്ധിക്കുന്ന പോലെയാണ്. ഓക്കെ, സോ എപ്പോഴും അവർ കെയർഫുൾ ആയിട്ട് ഇരിക്കണം. ഓക്കെ, ബട്ട് എന്നാലും അങ്ങനെ ഒരു എനർജി കൂടി എനിക്ക് കാണുന്നുണ്ട്. സോ മേ ബി നിങ്ങളുടെ പേഴ്സണിനെ വാച്ച് ചെയ്യുന്നുണ്ടാവില്ല ആരെങ്കിലും, അവരുടെ ഫാമിലി. ഓക്കെ, നിങ്ങളുമായിട്ട് ബന്ധമുണ്ട് എന്ന് അറിഞ്ഞിട്ടായാലും അല്ലെങ്കിലും ഓക്കെ, ചിലപ്പോൾ അവർക്ക് ഡൗട്ട് തോന്നുന്നുണ്ടാവും അല്ലേ, എന്താ ഈ പേഴ്സണ് എന്തെങ്കിലും ഉണ്ടോ എന്ന രീതിക്ക് ചിലപ്പോൾ അവർക്ക് ഫാമിലിക്ക് തീർച്ചയായിട്ടും ഡൗട്ടൊക്കെ വരാം. സോ അങ്ങനത്തെ ഒരു എനർജി ആയിരിക്കാം. ആൻഡ് ഇവിടെ അഗെയിൻ സിക്സ് ഓഫ് കപ്സ് എനർജി ഒക്കെ പറയുന്നത് കുട്ടികളെ കുറിച്ചൊക്കെ പറയാം. ഓക്കെ, സോ മെമ്മറീസ് ഉണ്ട്, നിങ്ങളുമായിട്ട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, ആ രീതിക്കും എടുക്കാം. ബട്ട് അറ്റ് ദ സെയിം ടൈം അവർക്ക് കുട്ടികൾ, ഫാമിലി എന്ന രീതിക്കുള്ള റെസ്പോൺസിബിലിറ്റി ഒക്കെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് പെറ്റൊക്കെ ഉണ്ടാവാം. സോ ഓക്കെ, എനിവേ ഇവിടെ മൂൺ കാർഡ് ഉണ്ട്. ഇവിടെ മൂൺ പറയുമ്പോൾ കൺഫ്യൂഷനാണ്. നിങ്ങളുടെ പേഴ്സൺ ഇമോഷണലി അറ്റാച്ച്ഡ് ആണ് നിങ്ങളോട്. ഓക്കെ, ബട്ട് അവർ മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയോ നിങ്ങളുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ബട്ട് ഇവിടെ അവർക്ക് കൺഫ്യൂഷനും വരുന്നുണ്ട്. സിറ്റുവേഷനിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്ന രീതിക്കൊരു കൺഫ്യൂഷൻ. ഇവിടെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇവിടെ ദൂരെ
നമ്മുടെ വുൾഫ് ഇവിടെ കാണുന്നുണ്ട്, 2 വുൾഫ് കാണുന്നുണ്ട്. ഓക്കെ, ബ്ലാക്കും ഉണ്ട് വൈറ്റും ഉണ്ട്. സോ എവിടെയോ അവർ തീരുമാനിക്കാൻ അവർക്ക് പറ്റുന്നില്ല, ഒരു ഡിസിഷൻ എടുക്കാൻ അവർക്ക് പറ്റുന്നില്ല. നിങ്ങളെ വേണോ അതോ ഫാമിലിയെ വേണോ എന്ന രീതിക്ക് ഒന്നും ഒരു ചോയ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് അവർക്ക് എടുക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഓക്കെ, സോ അങ്ങനെ അവർ പെട്ട് നിൽക്കുന്ന ഒരു കാര്യം കാണുന്നുണ്ട്. സോറി. ഓക്കെ, വേറെ എന്താണ് ബ്ലോക്കേജസ് എന്ന് നോക്കാം. അതെല്ലാവർക്കും എല്ലാം മാച്ച് ആവണമെന്നില്ല. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ ഫാമിലി തടസ്സങ്ങളായിരിക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഇതൊരു ഫാമിലി എനർജി വന്നതുകൊണ്ട് മേ ബി നിങ്ങൾ അവരെ പാരൻസ് ആരെങ്കിലും തടയാൻ ശ്രമിക്കുന്നു എന്ന രീതിക്കുമായിരിക്കാം. അതും എടുക്കാം കേട്ടോ. ഓക്കെ, വേറെ എന്തുകൊണ്ടാണ് ഇവിടെ ഡിലേസ് വരുന്നത്? ഓക്കെ, 7 ഓഫ് പെൻറ്റിക്കിൾസ്, കിങ് ഓഫ് വാൻഡ്സ്, ക്വീൻ ഓഫ് സോർഡ്സ്, 7 of cups, ഹൈ പ്രീസ്റ്റസ്. യെസ്, ഇത് നിങ്ങൾ തമ്മിലുള്ള ഒരു സീക്രട്ട് റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ, അഗൈൻ ഫാമിലിയുടെ തടസ്സം എനിക്ക് കാണുന്നുണ്ട്. ഫാമിലി എന്നുള്ളത് തന്നെയാണ് വീണ്ടും വീണ്ടും വരുന്നത്. മാത്രമല്ല മേ ബി നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ അവർക്ക് ഫൈനാൻഷ്യലി എന്തെങ്കിലും സ്ട്രഗിൾസ് ഉണ്ടാവാം. ഓക്കെ, ഫൈനാൻഷ്യൽ കാര്യങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം കുറച്ച് പേർക്ക്. അത് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഫാമിലി ഓൾറെഡി ഉണ്ടെങ്കിൽ അവർക്ക് ഡൈവേഴ്സ് കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെ വന്നു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കും എന്തൊക്കെ ബുദ്ധിമുട്ടായിരിക്കും എന്ന്. ഓക്കെ, സോ അങ്ങനെ കുറച്ച് സ്ട്രെസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പോരാത്തതിന് ഫൈനാൻഷ്യലിയും അവർക്ക് എന്തെങ്കിലും സ്ട്രഗിൾ ഉണ്ടാവാം. ഓക്കെ, അവർ നല്ല രീതിയിൽ അവർക്ക് ഒരു നല്ല ജോലി അല്ലെങ്കിൽ ഒരു സ്റ്റേബിൾ അല്ല, സ്റ്റഡി അല്ല എന്ന രീതിക്കായിരിക്കാം. ഓക്കെ, ഒരു 7 of Pentacles എനർജി എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് പോരാത്തതിന് ഈ സിറ്റുവേഷൻ, നിങ്ങളുടെ സിറ്റുവേഷൻ തന്നെ ഓക്കെ അവർക്കൊരു ശരിക്കും മുന്നോട്ട് എന്താണ് എന്ന രീതിക്ക് അവർക്കും ഒരു ഐഡിയ കിട്ടുന്നില്ല. ഓക്കെ, ഞാൻ ഇനിയും ഇതിൽ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിലായാലും ഫാമിലിയിലായാലും ഒക്കെ അവർക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ട്. എന്നിട്ട് ഇതെങ്ങനെ മുന്നോട്ട് എന്താ ആവുന്നതെന്ന് അവർക്കും ഒരു പിടി കിട്ടുന്നില്ല. ഓക്കെ, കിങ് ഓഫ് വാൻഡ്സ് എനർജി ഉണ്ട്. യെസ്, നിങ്ങളോട് വളരെയധികം അട്രാക്ഷനും പാഷനും എല്ലാം ഉണ്ട്. അവർക്ക് നിങ്ങളെ വേണമെന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. അവർക്ക് പക്ഷെ ആ ഒരു ആക്ഷൻ എടുക്കാനുള്ള ധൈര്യം ഇപ്പോഴും അവർക്ക് കിട്ടിയിട്ടില്ല. കാരണം അവർ അഗൈൻ ഇവിടെ ക്വീൻ ഓഫ് സോർഡ്സ് എനർജീൻ്റെ കൺട്രോൾഡാണ്. ഞാൻ നേരത്തെ പറയുന്നു, അവരെ വളരെയധികം വാച്ച് ചെയ്യുന്നതായിട്ടും വളരെയധികം കൺട്രോൾ ചെയ്ത് വെക്കുന്നതായിട്ടും എനിക്ക് കാണുന്നുണ്ട്. കൺട്രോൾ എന്ന് പറഞ്ഞാൽ അവരൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു ഡിസിഷൻ അവരെടുത്തു കഴിഞ്ഞാൽ, ഫാമിലി വിടാനൊക്കെ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് വല്ലാതെ എല്ലാം പ്രശ്നങ്ങളുണ്ടാക്കും. ഓക്കെ, എന്ന് മാത്രമല്ല ഇവിടെ അഗൈൻ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അറിഞ്ഞിട്ടായാലും അറിയാതെ ആയാലും ഓക്കെ അവരെ ഫാമിലി അവരെ ഒരുപാട് കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്ന തരത്തിൽ തന്നെയാണ്. ഫാമിലിയുടെ വിട്ടും അവർ പെട്ടെന്ന് അങ്ങനെ ഒന്നും അവർക്ക് ചെയ്യാൻ അത്ര വേഗം സാധിക്കില്ല. ഓക്കെ, സോ ആ ഒരു എനർജിയും ഉണ്ട് ഇവിടെ. 7 of Cups ഉണ്ട്. നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ അതായത് പല കാര്യങ്ങളും അവർക്ക് ചെയ്യാനുണ്ട്. അതായത് ഇപ്പോൾ ഫാമിലിയുടെ കാര്യങ്ങൾ, ജോലി, അങ്ങനെ പല ഫൈനാൻഷ്യൽ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞല്ലോ, കുറേ കാര്യങ്ങൾ അവരെ അറ്റൻഷനും പിടിച്ചതാക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ അവർക്കൊരു എന്തെങ്കിലും ചെയ്യാനൊക്കെ വളരെ സ്ലോ എനർജി എന്നും പറയാം. ഓക്കെ, അവർ ചിന്തിക്കുന്നുണ്ട്, അവർ ആലോചിക്കുന്നുണ്ട് ഇതിലെന്താണ് മുന്നോട്ട് എന്ന രീതിക്കൊക്കെ ചിന്തിക്കുന്നുണ്ട്. ബട്ട് അവർക്കൊരു തീരുമാനങ്ങൾ എടുക്കാൻ ഇപ്പോഴും പറ്റുന്നില്ല. ബിക്കോസ് ഒരുപാട് കാര്യങ്ങളുണ്ട്, എല്ലാം ഒന്ന് അനലൈസ് ചെയ്തിട്ട് വേണം ഒരു തീരുമാനമൊക്കെ എടുക്കാൻ. പക്ഷേ അത് അവർക്ക് പറ്റുന്നില്ല. ഹൈ പ്രീസ്റ്റസ് എനർജീൻ്റെ ഇവിടെ സീക്രസി കാണുന്നുണ്ട് എനിക്ക്. ഓക്കെ, നിങ്ങളെ അവർ സീക്രട്ടായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ലെവലാണ് എനിക്ക് കാണുന്നത്. അഗെയിൻ ഓക്കെ, കുറച്ച് പേര് പറയാറുണ്ട്, നിങ്ങൾ ഇപ്പോൾ സപ്പോസ് ഇത് കാണുന്നത് നിങ്ങളുടെ ഹസ്ബൻഡ് ഓർ വൈഫ് ഓക്കെ നിങ്ങളെ വിട്ട് അവർ തേർഡ് പാർട്ടിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ ആ തേർഡ് പാർട്ടി അവരെ കൺട്രോൾ ചെയ്യുന്നു എന്ന രീതിയിൽ എടുത്തോളൂ കേട്ടോ. ഓക്കെ, അങ്ങനെ മാറ്റി നിങ്ങൾ ചിന്തിക്കാം. ഓക്കെ, തേർഡ് പാർട്ടി അവരെ കൺട്രോൾ ചെയ്യുന്നു അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുമായിട്ട് ഉള്ള കാര്യങ്ങൾ അവരെ പെട്ട് നിൽക്കുന്നു എന്ന രീതിയിൽ എടുത്തോളൂ. ഓക്കെ, സോ അഗൈൻ ഇവിടെ സീക്രട്ട് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന രീതിക്ക് കാണുന്നുണ്ട്. അതിപ്പോൾ നിങ്ങളുടെ കാര്യമല്ല, മാരീഡ് ആണെങ്കിൽ നിങ്ങളുടെ കാര്യമല്ല. ഓക്കെ, സോ ഇത് വേറെയുള്ളവർക്ക് നിങ്ങൾക്ക് ഇതൊരു സീക്രട്ട് ബന്ധമാണ്. ഓക്കെ, അവർ നിങ്ങളെ അവർക്ക് വിട്ടുകളയാനൊന്നും അവർക്ക് ഇഷ്ടമില്ല. അവരുടെ മനസ്സിൽ തീർച്ചയായിട്ടും നിങ്ങളുണ്ട്. ബട്ട് യെസ്, ഫാമിലി തടസ്സങ്ങൾ എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. അഗൈൻ മാരേജ് എനർജി വരുന്നുണ്ട് വീണ്ടും. ഓക്കെ, സോ മെയിൻ എനർജി ഇതാണ്, ഫാമിലിയുടെ ഒരു തടസ്സം എന്ന രീതിക്കാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളെ ഫുള്ളായിട്ട് ഒരു ചൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ഫുള്ളായിട്ട് റിലേഷൻഷിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ അവർക്ക് സാധിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സമയം ഡിലേ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, നമുക്ക് മുന്നോട്ട് എന്താവും എന്നുകൂടി നോക്കാം. മുന്നോട്ട് എന്താണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുക റിലേഷൻഷിപ്പിൽ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഈ ബന്ധത്തിൽ നിങ്ങൾക്ക് എന്താ പ്രതീക്ഷിക്കാൻ പറ്റുക? വാട്ട് ഈസ് ദ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഒരു ഓവറോൾ ജനറലി ഇത് എങ്ങോട്ടാണ് പോകുന്നത് എന്ന രീതിക്ക് നമുക്കൊന്ന് നോക്കാം. 4 of Swords, 9 of Cups, 10 of Swords, Temperance, one more card, 5 of Cups. Okay,
ക്വീൻ ഓഫ് വൺസ്. നിങ്ങളെ അവർ നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, നിങ്ങളെ അവർ ഒരിക്കലും നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുള്ള ഫീലിങ്സ് വളരെയധികം സ്ട്രോങ് ആയിട്ട് തന്നെയുണ്ട്. 4 ഓഫ് പെന്റിക്കിൾസ് ഉണ്ട്. നിങ്ങളെ അടക്കി ഇങ്ങനെ പിടിച്ച് വെക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ഓക്കെ, ഒരിക്കലും അവർ വിട്ടുകളയാൻ ആഗ്രഹിക്കുന്നില്ല. 4 ഓഫ് സോർഡ്സ് ഉണ്ട്. പക്ഷേ യെസ്, ചെറിയ ചെറിയ ബ്രേക്ക് ഉണ്ട് ഇവിടെ. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ ബ്രേക്ക് വരുന്നുണ്ടാവും, നിങ്ങൾ തമ്മിലൊരു അകൽച്ച വരുന്നുണ്ടാവും, കുറച്ച് അവർ മാറി നിൽക്കുന്നുണ്ടാവും. അങ്ങനത്തെ ഒരു എനർജി ഇവിടെ ഉണ്ട്. പക്ഷേ അവർ വിഷ് ഫുൾഫിൽമെൻറ്റ് നിങ്ങൾ തന്നെയാണ്. ഓക്കെ, ആൻഡ് ഇത് മുന്നോട്ട് എന്ന് പറയുമ്പോൾ എനിക്ക് കാണുന്നത് നിങ്ങൾ തമ്മിൽ ഒരു വിഷമങ്ങളും കാര്യങ്ങളൊക്കെ എൻഡിങ്സ് വരുന്നതായിട്ട് കാണുന്നത്. ഇവിടെ എൻഡിങ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരിക്കലും അതൊരു ഫുൾ എൻഡിങ് എന്ന രീതിക്ക് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, കാരണം അവർ വീണ്ടും നിങ്ങൾ തമ്മിൽ ഒരു കോംപ്രമൈസ് വരുന്നതായിട്ടും, ഇപ്പോൾ ഓൾറെഡി ഒരു എൻഡിങ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലൊരു കോംപ്രമൈസ് ആയിട്ട് വീണ്ടും മുന്നോട്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകും എന്നാണ് കാണുന്നത്. ഓക്കെ, അവർ നിങ്ങളെ നഷ്ടപ്പെടാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് അവർ. ഓക്കെ, മീൻസ് അവരുടെ ലൈഫിൽ നിങ്ങൾ വേണം എന്ന് തന്നെയാണ്. ഓക്കെ, നിങ്ങളോട് ഒരുപാട് റെസ്പെക്റ്റ് ഉണ്ട്, നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അവർ. ഓക്കെ, പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ട് അവരൊരു ഫുള്ളി ഇപ്പോൾ നിങ്ങൾ കുറച്ച് പേർക്ക് പറ്റുന്നവർക്ക് നിങ്ങളുടെ പേഴ്സണൽ ഒരു സ്റ്റാൻഡ് എടുക്കും. ഓക്കെ, അത് എത്ര പേർക്ക് പറ്റും എന്നുള്ളതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച്. ബട്ട് കുറേ പേർക്ക് നിങ്ങളുടെ പേഴ്സൺ സ്റ്റക്കായിട്ട് തന്നെയാണ്. അതുകൊണ്ടാണ് ഇഷ്യൂസ് വരുന്നത്. അവരും ഒന്ന് ഹോൾഡ് ബാക്ക് ചെയ്യുന്നത് അതുകൊണ്ടാണ്. ലവ് പോർഷൻ, ഹാപ്പിനെസ്, ലീവിങ്, ഹെൽത്തി ചോയ്സസ്. സോറി, ഈ കാർഡ് കാണിക്കുന്നില്ല. സ്റ്റാർട്ട്. ഓക്കെ, വാച്ചിങ്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട് എന്നും ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണിനെ അല്ലെങ്കിൽ നിങ്ങളെ തന്നെ നിങ്ങളുടെ മേലെ ഒരു കണ്ണ് വെച്ചിട്ടുണ്ട്. അവർ ഫാമിലി ആവാം. ഓക്കെ, അങ്ങനെ എനിക്ക് കാണുന്നുണ്ട്. ഇത് ആക്ച്വലി എന്താ പറയുക, നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ഫിസിക്കൽ ഇതിൻ്റെ കാര്യമായിരുന്നു. ഓക്കെ, അട്രാക്ഷൻ ഉണ്ട് എന്ന രീതിക്ക് എടുത്തോളൂ. ഇവിടെ ലവ് പോർഷൻ കാണുന്നുണ്ട്. ഇറസിസ്റ്റബിൾ. അവർക്ക് നിങ്ങളെ മിസ് ചെയ്യാൻ നഷ്ടപ്പെടുത്താൻ പറ്റുന്നില്ല. അവർക്ക് നിങ്ങളോട് ആ ഒരു പുൾ ഫീൽ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇറസിസ്റ്റബിൾ ആണ്. നിങ്ങളവരെ വലിക്കുന്ന പോലെയാണ്. ഓക്കെ, സോ യെസ്, നിങ്ങളുടെ പിന്നാലെ വരാൻ അവർക്ക് ആഗ്രഹമുണ്ട്, വളരെയധികം ആഗ്രഹമുണ്ട്. ഹാപ്പിനെസ്, ഫിറ്റ് വെൽ ടുഗെദർ, ലാസ്റ്റിംഗ് കമ്മിറ്റ്മെൻറ്റ്, ഡീപ്പ് കണക്ഷൻ. യെസ്, നിങ്ങൾ തമ്മിലുള്ള ആ ഒരു അത്രയും സോൾ കണക്ഷനാണ്, ആ ഒരു സന്തോഷമാണ് അവർക്ക് കിട്ടുന്നത് നിങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ. ലീവിങ് എന്ന് കാണുന്നുണ്ട്. ഓക്കെ, ബ്രേക്കിംഗ് ദ സൈക്കിൾ, സെയിങ് ഗുഡ് ബൈ, മൂവിങ് ഓൺ ടു ബെറ്റർ തിങ്സ്. ഓക്കെ, ഇതിവിടെ പേഴ്സൺ വിട്ടുപോകുന്ന രീതിക്കൊന്നും എനിക്ക് കാണുന്നില്ല. ഓക്കെ, ഇവിടെ 10 ഓഫ് സോർഡ്സ് നേരത്തെ ഉണ്ടായിരുന്നു എൻഡിങ്സ് എന്ന രീതിയിൽ. ഇപ്പോൾ അവർ വിട്ട് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, അതിനവർക്ക് റിഗ്രറ്റും ഉണ്ട്. ഓക്കെ, അവർ നിങ്ങളെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ തന്നെ അവർക്ക് റിഗ്രറ്റ് ഉണ്ട്. തിരിച്ചു വരും. ആക്ച്വലി ഫ്രഷ് സ്റ്റാർട്ട് കാണുന്നുണ്ട്. സോ വിട്ടു പോയതാണെങ്കിൽ തിരിച്ചു വരും എന്നുമാണ്. ക്ലീനിങ് അപ്പ് യുവർ ആക്ട്, ടേക്കിംഗ് കെയർ ഓഫ് യുവർ സെൽഫ്, ചൂസിങ് ബെറ്റർ പാർട്ട്നേഴ്സ്, ഹെൽത്തി ചോയ്സസ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ശരിക്കും അറിയാം അവർക്ക് അവർ അവർ ഏത് സിറ്റുവേഷനിലാണോ നിൽക്കുന്നത് അത് അവർക്ക് നല്ലതല്ല എന്നവർക്ക് അറിയാം. ഓക്കെ, ബട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു ചോയ്സ് എടുക്കാനുള്ള ബുദ്ധിമുട്ടാണ്. കാരണം ഫാമിലിയൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും അല്ലേ, ഒരു തീരുമാനം എടുക്കാനുള്ള ബുദ്ധിമുട്ടാണ്. വേറെ തേർഡ് പാർട്ടീസ് ഒക്കെ ആണെങ്കിൽ, അങ്ങനെ വേറെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അത് അവർ വിട്ട് ഉപേക്ഷിച്ച് വരും. ഓക്കെ, നിങ്ങളുടെ അടുത്തേക്ക് വരും. ഫ്രഷ് സ്റ്റാർട്ട് കാണുന്നുണ്ട്. ന്യൂ ഓപ്പർച്യൂണിറ്റീസ്, ലീവിങ് ദ പാസ്റ്റ് ബിഹൈൻഡ്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, നിങ്ങളായിട്ട് ന്യൂ ബിഗിനിങ് തീർച്ചയായിട്ടും ഉണ്ടാവും. പറ്റുന്നവർ, ഇപ്പോൾ തേർഡ് പാർട്ടീസ് വിട്ട് വരാൻ പറ്റുന്നവർ അത് വിട്ടുവരും. അല്ലാത്തവർക്ക് അറ്റ്ലീസ്റ്റ് നിങ്ങളോട് കമ്മിറ്റഡ് ആയിട്ട് അവർ തീർച്ചയായിട്ടും നിൽക്കും. ഓക്കെ, നിങ്ങളെ വിട്ട് കളയാൻ അവർ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, സോ ഇത് ഡിലേസ് വരുന്നത് അഗൈൻ ഞാൻ പറഞ്ഞു, തടസ്സങ്ങളുണ്ട്. ഓക്കെ, ബട്ട് എന്താ ചെയ്യാം. കുറച്ച് പേർക്ക് വേറെ തേർഡ് പാർട്ടീസൊക്കെ ആണെങ്കിൽ അത് വിട്ടുമാറി വരും നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, ബട്ട് അതിന് ഡിലേ ഉണ്ട്. ഓക്കെ, അതിന് കുറച്ച് സ്ലോ ആണെന്ന് മാത്രം, പക്ഷെ വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, സോ അതാണ് ഇന്നത്തെ മെസ്സേജ്. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നമസ്കാരം.